പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29, 30, 31 വാക്യങ്ങൾ. അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ശീമോന്റെയും അന്ത്രോസിന്റെയും വീട്ടിൽ വന്നു. അവിടെ ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് യേശുവിനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന വചനമെന്ന് പറയുന്നത് അവൻ അടുത്ത് ചെന്ന് എന്ന് പറഞ്ഞാൽ യേശു അടുത്ത് ചെന്ന് അവളെ എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ അമ്മായിയമ്മയെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അപ്പൊ യേശുവിന്റെ കൈ പത്രോസിന്റെ അമ്മായിയമ്മയുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ, കയ്യെ തൊട്ടപ്പോൾ അവളുടെ പനി വിട്ടുമാറി. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ എഴുന്നേറ്റ് യേശുവിനെ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനകത്ത് പത്രോസിന്റെ അമ്മായിയമ്മ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവളുടെ പേര് പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് പേര് പറയാത്ത അനവധി ആളുകളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവരാണ്. അല്ലെ, ഇവിടെ പത്രോസിന്റെ അമ്മായിയമ്മയും യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുകയാണ്. അല്ലേ? അപ്പം പേര് വെളിപ്പെടുത്താത്ത പത്രോസിന്റെ അമ്മായിയമ്മ, അവളുടെ പേരെന്താണെന്നും അവൾ എവിടുത്തുകാരി അല്ലെ, അവളുടെ പേരെന്താണ്, അവളുടെ മാതാപിതാക്കൾ എന്താണ് എന്നൊന്നും വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ അവൾ പനി പിടിച്ച് രോഗമായി കിടപ്പിലായി. അല്ലേ? അത് മുഖാന്തരം ആ ഭവനത്തിനകത്തൊരു അസ്വസ്ഥതയുണ്ട്. പലരെയും അവർ കണ്ടു കാണും, പലരോട് പറഞ്ഞു കാണും. പക്ഷേ ആർക്കും അവർക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയില്ല. അല്ലേ? എന്നാൽ യേശുവിനോട് ഈ വിവരം ശിഷ്യന്മാർ പറയുക. യേശു ആ വിവരം കേട്ടിട്ട് ശിഷ്യന്മാരുമായി എന്ന് പറഞ്ഞാൽ യാക്കോബും യോഹന്നാനും ശീമോന്റെ അന്ത്രോസിന്റെയും വീട്ടിൽ യേശുവോടൊപ്പം ചെല്ലുകയാണ്. അല്ലേ? യേശു ആ വീട്ടിലെത്തി പത്രോസിന്റെ അമ്മായിയമ്മയുടെ കൈക്ക് പിടിച്ചപ്പോൾ എന്ത് ചെയ്തു? അവളുടെ പനി അല്ലേരിയ വിട്ടുമാറി. അവൾ എഴുന്നേറ്റു. അതുവരെ കിടക്കയിലായിരുന്ന, രോഗിയായിരുന്ന പത്രോസിന്റെ അമ്മായിയമ്മയുടെ ജീവിതത്തിൽ വന്ന അത്ഭുത സൗഖ്യം വ്യക്തം ചെയ്യും. ഈ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവ്, ഞാൻ പറയട്ടെ, ഈ കാലങ്ങളായി മാരകമായ രോഗങ്ങൾക്ക് അധീനമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ ഭാരപ്പെട്ട് ആക്സിഡന്റിൽപ്പെട്ട് നാളുകളായി കാലിൽ വെയിറ്റ് വിട്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, നരിയാണി ഉറപ്പിക്കാൻ കഴിയാതെ, വിവിധ മേഖലയിൽ നീ വീണിട്ട് നിന്റെ ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട്, തണ്ടലിന് അമലിയ സ്ക്രൂ ഇട്ട് എന്ന് പറയാ കമ്പിയിട്ട്, മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയാതെ സ്ട്രെച്ചറിലും വോക്കറിലും ഒക്കെ നടക്കുന്നവർ. അല്ലേ? നാളുകളായി തളർന്നു കിടക്കുന്ന, കൈകാലുകൾക്ക് ബലമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയാതെ വിവിധ രോഗങ്ങളിൽ ശരീരം തളർന്നു പോയവർ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ശിരസ്സു തുള്ളങ്കാല് വരെ എല്ലാ നാട്ടി നരമ്പുകളിലും ജോയിന്റുകളിലും പേശികളിലും രക്തധമനികളിലും ഒക്കെ വിവിധമായ രോഗങ്ങൾ. ഒരുപക്ഷെ വിട്ടുമാറാത്ത പനിയായിരിക്കാം, ജലദോഷമായിരിക്കാം, തുമ്മലായിരിക്കാം, അലർജി ആയിരിക്കാം, ലിവർ സംബന്ധമായ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം, യൂട്രസ് ആമി സംബന്ധമായ, കിഡ്നി സംബന്ധമായ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, നാഡീ നരമ്പുകളിൽ, ജോയിന്റുകളിൽ, മറ്റ് സംബന്ധമായ, ബ്രസ്റ്റ് സംബന്ധമായ, ബ്ലഡിലും ബോണിലൊക്കെ ഉള്ള ക്യാൻസർ. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ അനവധി രോഗങ്ങളാൽ ഭാരപ്പെട്ട് നാളുകളായി നീ ചികിത്സിച്ചിട്ടും ഭേദമില്ലാതെ ഇന്ന് വലയുകയാണെങ്കിൽ ഈ പ്രഭാതത്തിന് ഞാൻ ദൂത് പറയാം. യേശുക്രിസ്തുവിന് നിന്റെ ഭവനത്തിൽ വരാൻ നീ ഒരു അവസരം കൊടുത്താൽ നിന്റെ രോഗത്തെ കർത്താവ് മാറ്റിത്തരും. നാളുകളായി നീ വിദഗ്ധ ചികിത്സകൾ ചെയ്തില്ലേ? വിദഗ്ധന്മാരായിരിക്കുന്ന ഡോക്ടർമാരെ കണ്ടില്ലേ? എത്ര ലക്ഷക്കണക്കിന് രൂപ നിന്റെ രോഗത്തിന് വേണ്ടി ചെലവഴിച്ചു? എത്ര ലക്ഷങ്ങൾ നീ കടം വാങ്ങി?
നിന്റെ വസ്തുവകകൾ മുഴുവൻ അങ്ങ് ഈട് വെച്ചില്ലേ? ബാങ്കിൽ നിന്ന് ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നൊക്കെ ലോൺ എടുത്തില്ലേ? കിട്ടാവുന്ന മേഖലയിലെല്ലാം നീ മേടിച്ചില്ലേ? കടക്കാർ നിന്റെ മുമ്പിൽ ചോദിച്ചു തുടങ്ങി. പക്ഷെ നിന്റെ ഭവനത്തിൽ രോഗിയായി കിടക്കുന്ന വ്യക്തിക്ക് സൗഖ്യമില്ലാതെ ഇന്ന് നീ കണ്ണുനീരിന്റെ നടുവിലാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നാളിതുവരെ നീ യേശു ക്രിസ്തുവിനോട് നിന്റെ വിഷയം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ നീ യേശുവിനോട് വിശ്വാസത്താൽ ഹൃദയത്തിൽ നിറഞ്ഞ് നീ യേശുവിനോട് നിന്റെ സങ്കടങ്ങൾ പറയുകയാണെങ്കിൽ ഒരു അത്ഭുത സൗഖ്യം നിന്റെ ഭവനത്തിൽ സംഭവിക്കും. പ്രൈസ്. ഏത് രോഗമായിരുന്നാലും, നിന്റെ മക്കൾക്ക് ഭൂതോപദ്രവമാണോ, നിന്റെ ഭർത്താവ് മദ്യപാനിയാണോ, നിന്റെ മക്കളിൽ നിന്നെ അനുസരിക്കാത്ത അനുഭവമാണോ, നിന്റെ മക്കൾ വിവിധമായ ബന്ധനങ്ങൾ അകപ്പെട്ട് കിടക്കുകയാണ്, ഏത് രോഗമാകട്ടെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുന്നത്, ഏത് രോഗത്തിനും സൗഖ്യദായകനായിരിക്കുന്ന യേശുവിലേക്ക് നീ വരണം. ഇവിടെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പിണരാണ് നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സകല രോഗത്തിനും വിദഗ്ധമായ ശുശ്രൂഷ ചെയ്യുന്ന, വിദഗ്ധമായ സൗഖ്യം നൽകുന്നവൻ. ലോകപ്രകാരമുള്ള ഡോക്ടർമാരല്ല, ലോകപ്രകാരമുള്ള കണ്ടുപിടുത്തങ്ങളില്ല, ലോകപ്രകാരമുള്ള മരുന്നുകളെല്ലാം ഗിലെയാദിന്റെ സുഗന്ധ തൈലം. പ്രൈസ്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിന്റെ ക്രൂശിലെ രക്തം നിന്റെ സകല രോഗത്തിനും ഔഷധം രക്തം ചെയ്യും. അപ്പൊ സകല രോഗത്തിനും സൗഖ്യദായകനായിരിക്കുന്ന യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നു കൊടുത്താൽ, ഹല്ലേലൂയ, യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരും. നിന്റെ ശരീരത്തിലെ സകല രോഗങ്ങളും മാറും, സൗഖ്യം തരും. പ്രൈസ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എന്റെ ചർച്ചിലൊരു സഹോദരി ബ്രസ്റ്റ് ക്യാൻസറാണ്. പല ഡോക്ടർമാരെ കണ്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അവസാനം സർജറിക്ക് വേണ്ടി എല്ലാ തയ്യാറെടുപ്പും കൂടെ അവർ കുടുംബമായിട്ട് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. സർജറിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് കയ്യിൽ അതൊക്കെ കെട്ടി കൂടെ നിൽക്കാൻ ആളെയൊക്കെ എല്ലാം റെഡിയാക്കി. സർജറി ചില നിമിഷങ്ങൾക്കകം നടക്കും. അപ്പൊ എന്റെ ചർച്ചിലെ വിശ്വാസികൾ, ഞാനും എന്റെ ചർച്ചയുടെ സഹോദരനും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഈ സർജറി ഇല്ലാതെ ദൈവം സൗഖ്യമാക്കുന്നു. സർജറിക്കായി വിധേയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അല്പസമയം സർജറി നടക്കും. ഞാൻ പറഞ്ഞു, സർജറി ഇല്ലാതെ സൗഖ്യമാക്കും. അപ്പൊ ഞാൻ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ആ റൂമിൽ കിടക്കുന്നവരെല്ലാം ബ്രസ്റ്റ് സംബന്ധമായ ക്യാൻസറാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് വേദനയാൽ പുളയുന്നവരാണ്. ഒരു പ്രാവശ്യവും 2 പ്രാവശ്യവും സർജറി ചെയ്തിട്ടും സൗഖ്യമില്ലാതെ പലരുടെയും ബ്രസ്റ്റിൽ നിന്ന് പഴുപ്പും ചലവും പുറത്തു വരുന്നതാണ്. ഞാൻ അങ്ങനത്തെ കാഴ്ച ആദ്യമായിട്ട് കാണുക. എങ്കിലും ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ്, ഇവരൊക്കെ അനുഭവിക്കുന്ന വേദനയ്ക്ക് സൗഖ്യം കൊടുക്കുവാൻ അങ്ങേക്ക് കഴിയും. എൻ്റെ ഈ സഹോദരിക്ക് അവിടുത്തെ സൗഖ്യം കൊടുക്കണമെന്ന് ആ സഹോദരിക്ക് വേണ്ടി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നടന്ന സംഭവം നിങ്ങൾ വന്നെൻ്റെ ചർച്ചയിൽ അന്വേഷിച്ചാൽ അറിയാം. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നേഴ്സുമാർ എനിക്ക് വന്നിട്ട് പറഞ്ഞു, സർജറി മാറ്റിവെച്ചെന്ന്. സർജറി മാറ്റിവെക്കുക മാത്രമല്ല, അവരെ ഡിസ്ചാർജ് ചെയ്തു. അവർ തിരിച്ച് ഭവനത്തിലേക്ക് വന്ന് ഞാൻ പറഞ്ഞവരോട്, പ്രാർത്ഥന ദൈവം കേൾക്കുന്നവനാണ്. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. അവന്റെ കൈകൾ കൊണ്ടാണ് നിന്നെ മെനഞ്ഞത്. അവൻ അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നിന്റെ ശരീരം കീറി മുറിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം വേണം. അതുകൊണ്ട് ഈ സർജറിയുടെ ആവശ്യമില്ല. നിന്റെ രോഗത്തെ ദൈവം സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. ഇപ്പം വർഷം 1.5 വർഷത്തോളം കഴിഞ്ഞു. അവർക്ക് യാതൊരു കുഴപ്പമില്ല. അത് ദൈവം സൗഖ്യമാക്കുന്നുണ്ടോ? നിന്റെ ഏത് രോഗത്തെയും ദൈവം സൗഖ്യമാക്കും. ഇതേ സഹോദരി തന്നെ ഒരു പ്രാവശ്യം അവർ വീട്ടിൽ രക്തം ഛർദ്ദിച്ചു. അത് പലതവണ സംഭവിച്ചതാണ്. അപ്പം വീട്ടിലുള്ള മക്കൾക്ക് ഭയമായി, ഭർത്താവിന് ഭയം, മരുമോൾക്ക് ഭയമായി. അപ്പം ഞാൻ ആ വീട്ടിൽ ചെന്നു. അപ്പം ഞാൻ അവരോട് ഇനിയും നിങ്ങൾ രക്തം ഛർദ്ദിച്ചിരിക്കത്തില്ല. മരുമോൾ നേഴ്സിംഗിൽ പഠിക്കുക. ഞാൻ ഇനി അങ്ങനെ സംഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് രക്തഛർദ്ദിക്കുന്ന അനുഭവങ്ങൾ. അതെ, നമ്മൾ ദൈവസന്നിധി വിശ്വസിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദാസന്മാർ നിന്റെ കുടുംബത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ കാണുന്ന മുഴു രോഗത്തെയും സൃഷ്ടിച്ചവൻ, സകല ജനത്തിന്റെ സൃഷ്ടാവ്, രോഗികളുടെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ,
ആമീൻ. ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ തന്നവൻ, നമുക്ക് വേണ്ടി വരിച്ചടക്കപ്പെട്ട് ഉയർത്തന്റെ സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുമാർക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുത്താൽ അവൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കി തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നത്. ഇന്ന് നീ രോഗത്തിന്റെ കിടക്കയിലാണോ? ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ഇതൊരു അത്ഭുത സൗഖ്യമാണ് ദൈവം തരാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും മറ്റൊരാളുടെ സൗഖ്യങ്ങളോ അവിടെ സംഭവിച്ചെടുത്ത് പറയാറില്ല. എന്റെ ശുശ്രൂഷയിലൂടെ നടന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. കാരണം അതൊക്കെ അനുഭവമാണ്, അല്ലെങ്കിൽ ദൈവം സൗഖ്യമാക്കുമെന്ന്. ഞാനും പലവിധമായി ശാരീരികമായ ക്ഷീണത്തിൽ കടന്നുപോയ സന്ദർഭങ്ങളുണ്ട്. പ്രമാദത്തിൽ എങ്ങനെ എഴുന്നേറ്റെന്ന് വചനം പ്രസംഗിക്കുമെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. ഞാൻ പക്ഷെ ദൈവത്തോട് പറയും, കർത്താവേ, ബലഹീനരുടെ നടുവിലും കൃപ തരുന്ന ദൈവമല്ലേ, ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവമല്ലേ. പ്രമാദത്തിൽ ദൈവത്തിനെ ശുശ്രൂഷിപ്പാൻ കഴിയാത്ത വിധത്തിൽ എന്നെ അസ്വസ്ഥമാക്കുന്ന രോഗങ്ങൾ എൻ്റെ ശരീരത്തിൽ മാറി പ്രഭാതത്തിൽ ദൈവത്തിനെ ശുശ്രൂഷിപ്പാൻ കൃപ നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. ദൈവം അത്ഭുതം ചെയ്യുന്നേ. നമ്മുടെ ദൈവം സൗഖ്യദായകനാണ്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന മാതാപിതാവേ, യേശു സൗഖ്യദായകനാണ്. ഇവിടെ പത്രോസിന്റെ അമ്മായിയമ്മയുടെ കൈക്ക് പിടിച്ചപ്പോൾ അവളുടെ പനി വിട്ടുമാറി എന്ന് പറഞ്ഞാൽ, പത്രോസിന്റെ ജന്മസ്ഥലം ബേത്സയിദ ആണെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:1 ഒക്കെ കാണാൻ കഴിയും. പത്രോസിന്റെ അമ്മായിയമ്മയുടെ കാര്യം പറയുന്നത് കൊണ്ട് പത്രോസ് വിവാഹിതനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. പത്രോസിന്റെ അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ പത്രോസ് വിവാഹിതനായിരുന്നു. ഹല്ലേലൂയ. അപ്പം സോദരൻ അവനൊരു വീടും ഉണ്ടായിരുന്നു. പത്രോസിന് ഒരു വീടും, സ്വന്തമായിട്ടൊരു വീടുമുണ്ട്. ഈ അമ്മായിയമ്മയെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവൻ, അസ്വസ്ഥതകൾ രോഗം വരുമ്പോൾ പത്രോസ് നന്നായിട്ട് അമ്മായിയമ്മയെ ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. അത് നല്ല ശുഷ്കാന്തി കാണിച്ചിരുന്നു. ഹല്ലേലൂയ. എന്ന് ഈ ദൈവത്തിനെ നമുക്ക് തെളിയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം പത്രോസിന്റെ പിന്തുടർച്ചക്കാർ അവകാശപ്പെടുന്നവർ വിവാഹം കഴിക്കാതിരുന്നത് പത്രോസിനെ അല്ലെങ്കിൽ പറഞ്ഞിട്ടാണെന്ന് ചിലൊക്കെ പറഞ്ഞു. പത്രോസ് വാങ്ങുന്നതായിട്ട് മറ്റുള്ള വിവാഹം കഴിക്കാതിരുന്നത് പത്രോസ് അല്ലെങ്കിൽ കഴിക്കാതിരിക്കുന്നത് പത്രോസ് പറഞ്ഞിട്ടാണെന്ന് ചില വിവാദങ്ങളും ചില വിലക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ വേദവചനത്തിൽ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതാണ്. പക്ഷെ ഇവിടെ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നപ്പോൾ അവൻ വളരെ ശുഷ്കാന്തിയോടെ അമ്മായിയമ്മയെ ശുശ്രൂഷിച്ചു. യേശു ശിഷ്യന്മാരും കൂടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നു. യേശു പറഞ്ഞു, നമുക്ക് അവിടെ കടന്നു പോകാം, അവൾക്ക് സൗഖ്യം കൊടുക്കണം. പത്രോസ് നമ്മുടെ ശിഷ്യനാണ്, അവൻ എന്റെ അപ്പോസ്തലനാണ്. അവൻ അമ്മായിയമ്മ അവനെയായി കിടക്കാൻ പാടില്ല, അവളെ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ഒരു വിടൽ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. നിനക്ക് വിശ്വാസമുള്ള നീ യേശുവിലേക്ക് വാ. ഞാൻ മുമ്പ് പറഞ്ഞത്, എത്ര കാലമായി നീ രോഗി കിടക്കുന്നത്? കോടികൾ മുടക്കി ശുശ്രൂഷിച്ചിട്ട് രോഗിക്ക് സൗഖ്യം വരാതെ രോഗി മരിച്ചുപോയില്ലേ? നീ കടക്കണിയിലായില്ലേ? പക്ഷെ നിന്റെ രോഗത്തിന് യേശുവോട് പറഞ്ഞു. നിന്റെ രോഗവിവരം മുഴുവൻ നിന്റെ ഡോക്ടർമാരോടല്ലേ പറഞ്ഞു, വൈദ്യന്മാരോടല്ലേ പറഞ്ഞത്? നിന്റെ രോഗത്തെക്കുറിച്ച് മുഴുവൻ നീ ലോകത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ചല്ലേ പറഞ്ഞത്, മനുഷ്യരോടല്ലേ പറഞ്ഞേ? നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയാത്തവരോടല്ലേ നീ രോഗത്തെക്കുറിച്ച് സംസാരിച്ചത്? എന്നാൽ നിന്റെ മേൽ അധികാരമുള്ള യേശുവിനോട് നീ പറഞ്ഞോ, കർത്താവ്, എനിക്കൊരു സൗഖ്യം തരാൻ അങ്ങേക്ക് കഴിയും, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മകളാണ്, രോഗസൗഖ്യം എന്റെ അവകാശമാണ്, എനിക്ക് ആ രോഗം തരണമെന്ന് യേശുവിനോട് പറഞ്ഞു. സഹോദര സഹോദരി, പറഞ്ഞില്ല, പറയുവാൻ സാത്താൻ നിന്നെ അനുവദിച്ചില്ല. നിന്റെ രോഗത്തെക്കുറിച്ച് യഥാർത്ഥ വിശദീകരണം നീ ദൈവത്തോട് പറയേണ്ടതിന് പിശാച് നിന്നെ അനുവദിച്ചില്ല. അവൻ നിന്റെ വായെ മൂടി. ഇന്ന് പകൽ നിന്റെ രോഗത്തെ നീ യേശുവോട് പറ, സൗഖ്യം തരുമെന്നോ. ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുത സൗഖ്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാം നമുക്കൊരു തെളിവുണ്ട്. സഭയിൽ തന്നെ പലരുമുണ്ട്. ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ച് പലർക്കും സൗഖ്യം കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ സംഭവം? എന്താണ് ഇതിന്റെയൊക്കെ കാരണം? നമ്മുടെ ദൈവം വലിയവനാണ്. നമ്മുടെ ദൈവം ഭൂമിയിലായിരുന്നപ്പോൾ, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ സൗഖ്യമാക്കിയ രോഗികളുടെ എണ്ണം മുഴുവൻ വേദപുസ്തകത്തിൽ എല്ലാം എഴുതിയിരുന്നെങ്കിൽ ഈ വേദപുസ്തകം ഭൂമിയിൽ തന്നെ കൊള്ളുവായിരുന്നില്ലെന്നാണ് യോഗനൻ പറഞ്ഞത്. അത്രമാത്രം സൗഖ്യം. യേശു പോകുന്ന വഴിയെല്ലാം വലിയ പുരുഷാരം അവനെ അനുഗമിച്ചിരുന്നു. യേശുവിനെ അനുഗമിച്ച പുരുഷാരങ്ങളെല്ലാം വിവിധമായ രോഗത്തിനും പാപത്തിനും ശാപത്തിനും ബന്ധനത്തിനും അകപ്പെട്ട് ജീവിതത്തിൽ സൗഖ്യമില്ലാതെ നിരാശയുടെ മരണത്തിന്റെ നിമിഷം കടന്നുപോയവരാണ്. അവരെല്ലാം സൗഖ്യമാക്കിയവനാണ് നമ്മുടെ യേശു.
അതേ ലോകത്തിൽ ആർക്കും കൊടുക്കാൻ കഴിയാത്ത സൗഖ്യം തരുന്ന യേശുവിലേക്ക് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ നീ മടങ്ങി വാ. ജാതിയോ മതമോ നോക്കാതെ, എന്റെ കുലം പാരമ്പര്യം നോക്കാതെ, ആമൻ നീ അല്ലരിയ സ്തോത്ര പ്രമാണത്തെ ആമൻ തരംതിരിച്ച് കാണാതെ, ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാമായ യേശു ക്രിസ്തു നിന്റെ രോഗത്തിന് സൗഖ്യം തരുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ യേശുവിലേക്ക് വാ. കർത്താവ് നിനക്ക് വേണ്ടി വിടുതൽ നൽകും. നീ ദൈവദാസന്മാരെ നിന്റെ ഭവനത്തിൽ വിളിച്ചെന്ന് പ്രാർത്ഥിക്ക്. നിന്റെ ഭവനത്തിലെ കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. നാളുകളായി നിന്റെ കുടുംബത്തെ കെട്ടിവെച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, സാത്താന ശക്തികൾ, ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ, ശുദ്ധരത്തിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ തലമുറയെ തകർക്കുവാൻ, ഇവരെ പാപത്തിലേക്ക് തള്ളിയിട്ട് രോഗിയാക്കി മാറ്റി ഈ ഭൂമി തന്നെ ഏറെ ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ കാലങ്ങളായി നിന്റെ കുടുംബത്തിനെ പോരാടുന്നു. ഇന്ന് പകൽ അതിന്റെ ഒരു ജയം ദൈവം തരാൻ പോവുകയാണ്. വിശ്വസിച്ച കരമടിച്ചൊക്കെ ദൈവത്തെ സ്തുതിക്ക് വചനം കേൾക്കുന്ന ചില കുടുംബങ്ങളിൽ ചില വ്യക്തികൾ വിടുതൽ നടക്കുകയായിപ്പോ രക്തം ചെയ്യാം. അത് ദൈവം നിന്നെ സൗഖ്യമാക്കും. അല്ലെങ്കിൽ ഏത് രോഗത്തെയും യേശു സൗഖ്യമാക്കും. ഏത് രോഗത്തെയും യേശു ക്രിസ്തുവിനെ സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവും ഭൂമിയിലില്ല, ഒരു മനുഷ്യനുമില്ല. എല്ലാ രോഗത്തെ സൗഖ്യമാക്കും. വലിയ യേശു വേണ്ടി നിന്റെ ഹൃദയം വിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, യേശു നിന്റെ ഭവനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. ഭവനം നീ തുറന്നു കൊടുക്കോ സഹോദരേ? നിന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ പ്രൗഢഗംഭീരമായ നിന്റെ പാരമ്പര്യമായ നിന്റെ പണത്തിന്റെ, നിന്റെ ജീവിതത്തിന്റെ, നിന്റെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ചിട്ട് യേശുവിനോട് നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക, ഭവനം തുറന്നു കൊടുക്കുകയോ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം എന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. യേശു പറയണം, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട്, ജാതി അല്ല ഇവിടെ വിഷയം, ആരെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനും ഏത് കുലത്തിൽപ്പെട്ടവനും, അത് താഴ്ന്നവരെയും ഉയർന്നവരെയും, സവർണനെന്നോ അവർണനെന്നോ നോക്കാതെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ നോക്കാതെ, നിന്റെ പേര് ചോദിക്കാം, നാളെ ചോദിക്കാം, നിന്റെ കുലം ചോദിക്കാതെ, നിന്റെ വീട് എവിടെ, നിന്റെ അമേലി ഒന്നും ചോദിക്കാതെ, ആരെങ്കിലും, കർത്താവ് പറയാണ്, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട്. ഭൂമിയിലുള്ള എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, നിന്റെ ഭവനത്തിന്റെ വാതിൽ, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ, ഹല്ലേലൂയ, ഞാൻ അവന്റെ അടുക്കൽ ചെന്ന്, പത്രോസിന്റെ വീട്ടിൽ വന്ന്, പത്രോസിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ വന്ന് അവളുടെ കൈക്ക് പിടിച്ചപ്പോൾ അവിടെ പനി വിട്ടുമാറിയതുപോലെ യേശു പറയാണ്, ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അവന് അടുത്ത് ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അവൾ പനി വിട്ടുമാറി എഴുന്നേറ്റ് യേശുവിനെ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചു. അത് യേശു നിന്റെ ഭവനത്തിൽ വരാൻ ആഗ്രഹിക്കുക. നിന്റെ ഭവനം യേശുവിനെ തുറക്കാൻ പറ്റുമോ സഹോദര? എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എത്ര കാലമായി നീ സൗഖ്യത്തിന് വേണ്ടി എത്രയോ രൂപ, എത്രയോ പണം നീ നിലയിൽ മുടക്കി, ഏതെല്ലാം നേർച്ചകളും വഴിപാടുകളിൽ നീ നടത്തി, ഏതെല്ലാം ആരാധന സ്ഥലങ്ങൾ, ഏതെല്ലാം പുണ്യസ്ഥലങ്ങളിൽ, തീർത്ഥാടനങ്ങൾ നീ കടന്നുപോയി, എന്തെല്ലാം വ്രതങ്ങൾ നീ എടുത്തു, ഏതെല്ലാം മലകൾ നീ കയറി ഇറങ്ങി, ആരോടെല്ലാം നിന്റെ വിഷയങ്ങളെ പറഞ്ഞു. ഇന്ന് വരെ നിനക്ക് സൗഖ്യമില്ല, ഇന്ന് വരെ നിനക്കൊരു വിടുതലില്ലാതെ നീ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ കടന്നു പോവുകയാണെങ്കിൽ, മരണമാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നു, യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ വന്ന് മുട്ടുവാൻ, നിന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുത്താൽ, ഹല്ലേലൂയ. ഈ വചനം വായിക്കുന്നു കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കും കാണുന്നത്, ലവോദിക്യ സഭയ്ക്ക് ദൂത് കൊടുത്ത്, ഹല്ലേലൂയ, കർത്താവ് സഭയ്ക്കുള്ള ദൂതുകളൊക്കെ കൊടുത്ത് കൈമാറി താഴോട്ട് വരുമ്പോഴാണ് തുടർന്ന് കർത്താവിന്റെ ഒരു അസാധാരണമായ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്ന, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. അത് ഈ കർത്താവിന്റെ അസാധാരണമായ ശബ്ദം നിന്റെ കാതുകളിൽ എത്രയോ പ്രാവശ്യം വന്നു മുട്ടി, എത്രയോ പ്രാവശ്യം ദൈവത്തിന്റെ ദാസന്മാരുടെ ഭവനത്തിന്റെ വാതിക്കൽ വന്ന് മുട്ടി. തിരുക്കോണുകളിലും ഉച്ചഭാഷയിലൂടെ, ടിവിയിലൂടെ, റേഡിയോകളിലൂടെ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ ദൈവത്തിന്റെ ദാസന്മാർ നിന്റെ ഹൃദയത്തിന്റെ വാതിലെന്ന് തുറന്നു കൊടുക്കുവാൻ വേണ്ടി എത്രയോ പ്രാവശ്യം ദൈവവചനത്തിന്റെ ശബ്ദം നിന്റെ കാതുകളിൽ കേൾപ്പിച്ചു. അസാധാരണമായി ദൈവശബ്ദം നീ ഇതുവരെ കഴിഞ്ഞ നാളുകളിൽ കേട്ടില്ലേ? നിന്റെ ഹൃദയം കഠിനമാക്കാതെ, ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിന്റെ ഹൃദയം കഠിനമാക്കാതെ നിന്റെ ഹൃദയം ഒന്ന് തുറക്കേശു വേണ്ടി. ഒരു അസാധാരണ ശബ്ദമാണ് കേൾക്കുന്നത്, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. യേശു പറയണം, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു.
അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തു സഭയുടെ വെളിയിലാണ്, ക്രിസ്തു ഭവനത്തിന് വെളിയിലാണ്, ക്രിസ്തു നിന്റെ ഹൃദയത്തിന് വെളിയിലാണ്. പ്രൈസ്. അപ്പോൾ സഭയ്ക്ക് വെളിയിൽ നിൽക്കുന്ന കർത്താവിന് സഭയ്ക്കകത്തുള്ള ഒരു സൗഖ്യം കൊടുക്കാൻ കഴിയത്തില്ല. നിന്റെ ഹൃദയത്തിന് വെളിയിൽ നിന്ന് യേശുവിനെ നിർത്തിയാൽ നിന്റെ ഹൃദയത്തിന്റെ രോഗത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയത്തില്ല. നിന്റെ ഭവനത്തിന് വെളിയിൽ നിന്ന് യേശുവിനെ നിർത്തിയാൽ നിന്റെ ഭവനത്തിന്റെ സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അത് യേശു സഭയ്ക്ക് പുറത്തല്ല നിൽക്കേണ്ടത്, നിന്റെ ഹൃദയത്തിന് പുറത്തല്ല, നിന്റെ ഹൃദയത്തിലാണ് വസിക്കേണ്ടത്. നിന്റെ ഭവനത്തിന് പുറത്തല്ല, അവന്റെ ഭവനത്തിലാണ് വസിക്കേണ്ടത്. ഹല്ലേലൂയ. ആമീൻ. കർത്താവ് ആരെയും ക്രിസ്തു സഭയുടെ വെളിയിലാണ് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തു വെളിയിലാകാൻ കാരണം അവരുടെ ലോകമയത്തമായ ജീവിതമാണ്. ഹല്ലേലൂയ. ക്രിസ്തു സഭയ്ക്ക് പുറത്താകുക, ഹൃദയത്തിന് പുറത്ത്, ഭവനത്തിന് പുറത്താകുക. കാരണം ഈ ലോകത്തിന്റെ ജഡികമോഹങ്ങൾ, ലോകമയത്വമായ ജീവിതങ്ങൾ, ലോകത്തിന്റെ ഇമ്പങ്ങൾ, ലോകത്തിന്റെ പ്രമാണങ്ങൾ, ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ, ലൈംഗികമായ ജീവിത സാഹചര്യങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ഹല്ലേലൂയ സകല സാത്താന്റെ തന്ത്രങ്ങളും നിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചപ്പോൾ ക്രിസ്തു നിന്നിൽ നിന്ന് പുറത്തായി, നിന്റെ ഭവനത്തിന് പുറത്തായി, നിന്റെ സഭയിൽ നിന്ന് പുറത്തായി. നമ്മൾ കണ്ടില്ല, ചില സഭയ്ക്കകത്ത് രോഗികളുടെ എണ്ണം വർദ്ധിക്കുക. കാരണം സഭയിൽ യേശുവില്ല. സഭയ്ക്കകത്ത് പ്രശ്നങ്ങളാണ്, സഭയ്ക്കകത്ത് കടിവലി, അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി, ഒന്നാവനാകാൻ വേണ്ടി സഭയ്ക്കകത്ത് കടിവലിയ. പാസ്റ്ററുടെ പക്ഷം, വിശ്വാസികളുടെ പക്ഷം, പ്രതിപുരുഷന്റെ പക്ഷം, സഭായോഗത്തിനകത്ത് അട്ടിയും ബഹളവും. സഭയ്ക്ക് പുറത്തായി യേശു. നിന്റെ ഹൃദയത്തിനകത്ത് യേശുവില്ല. നിന്റെ ഹൃദയത്തിനകത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്ന പാപരാഗ മോഹങ്ങൾ, പാപത്തിന്റെ ചിന്തകൾ, പാപത്തിന്റെ വിഷവിത്തുകൾ നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞത് കൊണ്ട് യേശു നിന്റെ ഹൃദയത്തിലില്ല. നിന്റെ ഭവനത്തിനകത്തും മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ചെട്ടിക വ്യഭിചാര പരസംഗ അശുദ്ധിയുടെ ദുഷ്കാമത്തിന്റെ വിഗ്രഹാരാധനയുടെ അശുദ്ധിയുടെ ആത്മാവ് നിന്റെ ഭവനത്തിൽ കടന്നുകൂടിയത് കൊണ്ട് നിന്റെ ഭവനത്തിനകത്തും വിടുതലില്ല. അല്ലേ? എന്നിട്ട് നീ ദൈവത്തെ കുറ്റം പറഞ്ഞതിനെക്കാളും നിന്റെ സഭയും നിന്റെ ഹൃദയവും നിന്റെ കുടുംബത്തെ നീ യേശുവിന് വേണ്ടി കൊടുക്കുക. അവൻ വാതുക്കൾ വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുക. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാപിതാവേ, നാളുകളായി യേശുവിന്റെ ഹൃദയവാതുക്കൾ, യേശുവിന്റെ ഭവനത്തിന്റെ വാതുക്കൾ വന്ന് മുട്ടുന്നു. എന്നെ കേൾക്കുന്ന ദൈവദാസി നാളുകളായി നിന്റെ സഭയ്ക്ക് പുറത്തുനിന്ന് യേശുവിനെ നിർത്താതെ സഭയ്ക്ക് മുമ്പിൽ വന്ന് യേശു മുട്ടിക്കൊണ്ടിരിക്കുക. നിന്റെ സഭ യേശുവിനെ തുറക്കപ്പെടുന്ന സഭ വിശുദ്ധിയിലേക്ക് മടങ്ങുക. ഹല്ലേലൂയ. കർത്താവ് സൗഖ്യമാക്കും കേട്ടോ. വചനത്തിന്റെ അധികാരം, വചന ശക്തിയുള്ളതാണ്, വചനം അത്ഭുതം ചെയ്യുന്നതാണ്, വചനം പിടിവിക്കുന്നതാണ്, വചനം സൗഖ്യമാണ്. ഈ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. ലോകത്തിൽ അനവധി പ്രമാണങ്ങളുണ്ടെങ്കിലും മനുഷ്യന് സൗഖ്യം കൊടുക്കുന്ന, മനുഷ്യനെ ജീവിപ്പിക്കുന്ന, ശാപത്തെ മാറ്റുന്ന, പാപത്തെ മാറ്റുന്ന, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, നിത്യജീവനെ നൽകുന്ന, നിത്യസമാധാനം നൽകുന്ന, നിത്യസന്തോഷം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുന്ന, മരണാനന്തര ജീവിതം എവിടെയാണെന്ന് നമുക്ക് വെളിപ്പെടുത്തിയ, മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ, യഥാർത്ഥത്തിൽ ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും സൂര്യചന്ദ്ര നക്ഷത്രാദികളെക്കുറിച്ച് വെളിപ്പെടുത്തി തന്ന, മനുഷ്യന്റെ ഈ ലോക ജീവിതം പരലോകവാസത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്ന ഈ വിശുദ്ധ സത്യവേദ പുസ്തകം, ഈ വചനം ജീവനുള്ളതാ കേട്ടോ. ഈ വചനമാണ് നിന്നോട് സംസാരിക്കുന്നത്. യേശു പറയാ, ഞാൻ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടും. പത്രോസിന്റെ അമ്മായിയുടെ ഭവനത്തിന്റെ വാതിൽക്കൽ വന്ന് യേശു മുട്ടിയപ്പോൾ പത്രോസിന്റെ അമ്മായിയുടെ ഭവനം യേശു വേണ്ടി തുറക്കപ്പെട്ടു. അവളുടെ ഭവനത്തിന്റെ വാതിൽക്കൽ മാത്രമല്ല, അവളുടെ ഹൃദയവാതിലും തുറന്നു. യേശു കൈനീട്ടി പത്രോസിന്റെ അമ്മായിയെ തൊട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാർ നിന്റെ ഭവനത്തിൽ വന്ന് നിന്റെ കൈയെ തൊട്ടാൽ, നിന്റെ കൈക്ക് പിടിച്ചാൽ അവിടെ ഒരു സൗഖ്യമുണ്ട്. വിശുദ്ധി ജീവിക്കുന്നവരായിരിക്കണം കേട്ടോ, വിശുദ്ധി ജീവിക്കുന്നവരായിരിക്കണം. എന്റെ ശുശ്രൂഷയിൽ ഒരുപാട് സൗഖ്യങ്ങൾ, ഒരുപാട് വിടുതലുകൾ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവം നിനക്കൊരു സൗഖ്യത്തെ തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ. നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ യേശുവിനെ കഴിയൂ. നിന്റെ ഭർത്താവിന് നിന്റെ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ കഴിയും. നിന്റെ സഭയ്ക്ക് നിന്റെ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ കഴിയും. നിന്റെ മാതാപിതാക്കൾക്ക്, നിന്റെ മക്കൾക്ക്, നിന്റെ മിത്രാദികൾ, സഹചാരികൾക്ക്, നിന്റെ സഹോദര കുടുംബങ്ങൾക്ക്, അയൽവാസികൾക്ക്, നീ രോഗിയായി കിടക്കുമ്പോൾ നീ കടന്നില്ലെന്ന വൈദ്യന്മാർക്ക്, ഡോക്ടർമാർക്ക് നിന്റെ രോഗത്തെ പൂർണ്ണമായി സൗഖ്യമാക്കാൻ കഴിയില്ല. പക്ഷേ ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച സകല രോഗത്തിനും വൈദ്യനായിരിക്കുന്ന യേശുവിന് നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയും.
രോഗം മാത്രമല്ല, നിന്റെ കുടുംബത്തെ ബന്ധനെ കൂടെ അവൻ അഴിച്ചുവിടും. അല്ലേ? നിന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചു, പാപം നിന്റെ കുടുംബത്തിൽ പ്രവേശിച്ചു, പാപം നിന്റെ മക്കളിൽ പ്രവേശിച്ചു, പാപം നിന്റെ ഭർത്താവിന്റെ ഭാര്യ പ്രവേശിച്ചു. ദൈവത്തെ നീ ഒഴിവാക്കി, അത് മുഖാന്തരം കുടുംബത്തിനകത്ത് ശാപം പ്രവേശിച്ചു. ശാപം നിന്റെ കുടുംബത്തെ രോഗത്തിലേക്ക് നയിച്ചു, രോഗം നിന്റെ മരണത്തിലേക്ക് നയിച്ചു. നീ മരണാസനിൽ കിടക്കയാ, മരിക്കാൻ നീ കിടക്കയാ. അതെ, മരിക്കാൻ കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്നതാണ് ദൈവവചനം. മരിച്ചു പോകുന്ന ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ദൈവത്തിന്റെ ദാസദാസന്മാർ പ്രാർത്ഥിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന അനവധി സംഭവങ്ങൾ നമുക്കെടുത്ത് പറയാനുണ്ട്. രക്തം ചെയ്യും. അതേ, കർത്താവ് നിനക്കൊരു വിടുതൽ നൽകാൻ ആഗ്രഹിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ ലോകമയത്തമായ ജീവിതം, ജഡികമായ ജീവിതം, ജഡത്തിന്റെ മോഹങ്ങൾ നിന്നെ ക്രിസ്തുവിൽ അകറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇത് മകൻ മടങ്ങി വരാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇവിടെ മാനസാന്തരപ്പെടാത്തവർക്കുള്ള സന്ദേശമായി ഈ വചനം പ്രസംഗിക്കാറുണ്ടെങ്കിലും, ഹല്ലേലൂയ, വാസ്തവത്തിൽ ഇത് സഭയ്ക്കുള്ള സന്ദേശമാണ്. ഈ വചനം മാനസാന്തരപ്പെടാത്തവർക്കുള്ള വചനമായിട്ട് സംസാരിക്കുന്നെങ്കിലും സഭയ്ക്കുള്ള സന്ദേശമാണ്. സഭയ്ക്കകത്ത് ദൈവത്തിന് വസിക്കാൻ കഴിയാതെ സഭയ്ക്കകത്തുകൊണ്ട് യേശുവിനെ പുറത്താക്കി. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് രാഷ്ട്രീയം കടന്നുകൂടി, സഭയ്ക്കകത്ത് സവർണ അപർണ മേധാവിത്വം, നിറം, ജാതി, വിദ്യാഭ്യാസം, പാരമ്പര്യം കടന്നുകൂടി, സഭയ്ക്കകത്ത് സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ കടന്നുകൂടി. അപ്പോസ്തലന്മാരുടെ സീറ്റ് പോലെ സഭയ്ക്കകത്ത് സീറ്റുകൾ ഇട്ടു. ഹല്ലേലൂയ. വലിയവനും ചെറിയവനും, പണമില്ലാത്തവനും പണമുള്ളവരെന്നും, പൈസ കൂടുതൽ കൊടുക്കുന്നവനും കൊടുക്കാത്തവനെന്നും ആമയുള്ള വേർതിരിവ് സഭയ്ക്കകത്തുണ്ടായി. ലോകമനുഷ്യനെ പോലെ രാഷ്ട്രീയത്തിന്റെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. അത് മുഖാന്തരം യേശുവിന്റെ സഭയ്ക്ക് പുറത്തായി. അതുകൊണ്ട് ഇത് മാനസാന്തരപ്പെടാത്തവർക്കുള്ള സന്ദേശമല്ല, അവർക്കുള്ള സന്ദേശമാണെങ്കിലും ഇത് നിന്റെ സഭയ്ക്കുള്ള ദൂതാ, നിന്റെ ഭവനത്തിലുള്ള ദൂതാ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥനയുണ്ടായിരുന്നു, ആരാധനയുണ്ടായിരുന്നു, ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. അപ്പനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒന്നിച്ച് സന്ധ്യാസമയത്ത് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ നീ പ്രാർത്ഥന മാറ്റിവെച്ച് നിന്റെ ഭവനത്തിനകത്ത് റേഡിയോ TV ഒക്കെ ഓണാക്കി നീ മൊബൈലിന്റെ മുമ്പിൽ ഇരുന്ന് ഈ കോമാളി കൂത്തുകളിലെ കാണുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കളിയാക്കുന്ന, അന്യഭാഷയിൽ ദൈവത്തെ കളിയാക്കി അല്ലെങ്കിൽ കളിയാക്കി പണമുണ്ടാക്കുന്ന കോമാളി വേഷം കെട്ടുന്ന കോമഡിക്കാരുടെ മുമ്പിൽ നീ പോയിരുന്നപ്പോൾ, പരിശുദ്ധാത്മാവിനെ കളിയാക്കുന്നവരുടെ മുമ്പിൽ നീ പോയിരുന്നപ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിനകത്തൊന്ന് യേശുപോയി. ഈ കോമാളി വേഷം മുമ്പിൽ കെട്ടുന്നത് പോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ പല സിനിമകളിലും പല സീരീസ് കോമഡി വേഷങ്ങളിലൊക്കെ റിയാലിറ്റി ഷോയിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കളിയാക്കി, കർത്താവിനെ തെരഞ്ഞെടുക്കാത്ത വിശുദ്ധ പാടിയ പാട്ടുകളെ തെറ്റായ രീതി വ്യാഖ്യാനിച്ച പാട്ടുകൾ കോമാളി വേഷമായിട്ട് കൊണ്ടുപോയി. അന്യഭാഷയെ പരിഹസിച്ച്, അന്യഭാഷയെ വെറുതെ മോശമായി ചിത്രീകരിച്ച്, അതുകൊണ്ട് സിനിമ ലോകത്തും ചരിത്ര മേഖലയിലെ കോമാളി വേഷങ്ങൾ കെട്ടിയവർ റിയാലിറ്റി ഷോയിൽ കോമഡികളിലൊക്കെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച അനവധി ആളുകൾ പിന്നത്തേതിൽ അപകടത്തിൽ മരിച്ചു. പലരും സുബോധം നഷ്ടപ്പെട്ടു, സുബോധമില്ലാത്ത ഭവനത്തിലായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫേസ്യ ലേഖനം 4:30 നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച്, പരിശുദ്ധാത്മാവിനെ നീ കോമാളി വേഷം കെട്ടി, പരിശുദ്ധാത്മാവിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് കളിയാക്കി. ഇപ്പൊ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ച്, അതുകൊണ്ട് കോടികൾ സൃഷ്ടിച്ചവരോടും പറയട്ടെ, നിന്റെ അധപ്പതനം വന്നു കഴിഞ്ഞു, നിന്റെ നാശം വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച ഒരു ചലച്ചിത്രനടിന്റെ ഒരു കോമഡി വേഷത്തിൽ കെട്ടിവരും. അവരതിന്റെ സന്തോഷം അനുഭവിക്കാതെ വിവിധമായ കാരണങ്ങളാൽ പിന്നത്തെ തീരാ ദുഃഖത്തിലേക്ക് പോയിട്ട് പലരും മരണപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനത്തെ നീ കളിയാക്കരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഞാനത് പറയാൻ കാരണം, നീ നിന്റെ ഭവനത്തിലെ പ്രാർത്ഥനയുടെ അനുഭവത്തെ മാറ്റിവെച്ച് കോമാളി വേഷം കെട്ടുന്നവരുടെ മുമ്പിൽ പോയി നിന്റെ ഭവനത്തിലെ പ്രാർത്ഥന നഷ്ടപ്പെടുത്തരുത്. ഹൃദയത്തിനകത്ത് യേശു വസിക്കണം, ഭവനത്തിൽ യേശു വസിക്കണം. നിന്റെ മക്കളോട് യേശുവിനെ കുറിച്ച് പറയണം. ഈ ലോകത്തിൽ ഈ ലോകത്തിൽ നമുക്ക് സംസാരിക്കുന്ന യേശുവിനെ കുറിച്ച് മാത്രമാണ്. പാപമില്ലാത്തവൻ, പാപികളോട് വേറെ വിട്ടവൻ, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ, ഹല്ലേലൂയ, യേശു ക്രിസ്തു മാത്രം. സകല മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം നൽകുവൻ, കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചവൻ, അടക്കപ്പെട്ടവൻ, കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിഞ്ഞില്ല, 3 നാൾ കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നവൻ. സ്വോത്രം വലിയ മക്കളക്കായത്തി മറിയിക്കും പല്ലിയ പത്രോസും യോഹന്നാനും അടക്കം 11 ശിഷ്യന്മാർക്കും പിന്നീട് ഹല്ലേലൂയ 500-ലധികം പേർക്കും പ്രത്യക്ഷനായി. ഹല്ലേലൂയ.
ഒടുവിൽ അകാല പ്രജ പോലെയുള്ള അല്ലെങ്കിൽ പൗലോസിനും ദൈവം പ്രത്യക്ഷമായി. സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവൻ, മാനവകുലത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവൻ, തന്റെ സഭയിലൊക്കെ മധ്യാകാശത്തിന് ജീവനുള്ള ദൈവം, അവൻ ജീവനുള്ളവനാ. അവൻ നിന്റെ ഹൃദയവാദത്തിൽ മുട്ടുന്നു, നിന്റെ സഭയുടെ മുമ്പിൽ മുട്ടുന്നു, നിന്റെ ഭവനത്തിൽ മുട്ടുന്നു. നീ തുറന്നു കൊടുത്താൽ അവരകത്ത് വരും, നിന്നെ സൗഖ്യമാക്കും. നീ പത്രോസിനോട് ചോദിച്ചു നോക്ക്, പത്രോസേ അമ്മായിമ്മ എങ്ങനെയായിരുന്നു? പത്രോസിന് അമ്മായിമ്മ മരിക്കാൻ കിടക്കുകയായിരുന്നു. അമ്മായിമ്മയ്ക്ക് സൗഖ്യം കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. ഞാനിവന്റെ ഭാര്യ എൻ്റെ വീട്ടിലുള്ള വളരെ ശുഷ്കാന്തിയോടെ അമ്മയമ്മയെ നോക്കി. പക്ഷേ അമ്മായിമ്മ ഓരോ ദിവസത്തിലും ഭാര്യയ്ക്ക് ജ്വരം കൂടിക്കൊണ്ടിരിക്കുക, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്നെ വിളിച്ച് വേർതിരിച്ച അപ്പോസ്തലൻ വന്ന യേശുവുണ്ട്. എൻ്റെ യേശുവിന്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായിമ്മ സൗഖ്യമുള്ള ക്ഷണത്തിൽ അവൾ എഴുന്നേറ്റ് യേശുവിനെ ശിഷ്യന്മാർ ശുശ്രൂഷിച്ചു. അത്ഭുതമല്ലേ? അത് ഈ അത്ഭുതം നിന്റെ ഭവനത്തിൽ ദൈവം അയക്കാൻ പോകുന്നത്, നിന്റെ ജീവിതത്തിൽ ദൈവം അയക്കാൻ പോകുന്നത്. നീ ഏത് രോഗത്താൽ നീ ഇന്ന് പകൽ യേശുവിലേക്ക് മടങ്ങുമെന്ന് നീ നിന്റെ കുടുംബത്തെ, നാട്ടുകാരെ, സമൂഹത്തെ, ബന്ധുമിത്രാന്തരെ നോക്കി നീ ലജ്ജിച്ച് നിൽക്കുന്ന അവർ കണ്ടാൽ എന്ത് ചെയ്യും? അവർ കണ്ടാൽ എന്ത് പറയും? കുടുംബത്തിന്റെ പുറത്താക്കും, എന്റെ നന്മകളെല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നീ രോഗിയായി മരിക്കാതെ, രോഗത്തിൽ നീ കഷ്ടപ്പെടാതെ, നീ വിശ്വാസത്തോടെ ലജ്ജകൂടാതെ യേശുവിലേക്ക് അവങ്കിലേക്ക് നോക്ക്. പ്രകാശിതരുടെ മുഖം ലജ്ജിച്ചു പോയതിന് സുവിശേഷം പറയുന്നു, സങ്കീർത്തനം പറയുന്നത് പോലെ യേശുവിൽ വന്നാൽ അവൻ നിന്നെ വിടുവിക്കും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രം, നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കർത്താവിനെ സ്വീകരിക്കണം. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി കർത്താവിനെ സ്വീകരിക്കണം. യേശുവിനെ വ്യക്തിപരമായി നിന്റെ ഹൃദയത്തെ സ്വീകരിക്കണം. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ കൃപയാൽ ഹല്ലേലൂയ നാം ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് കാണുമ്പോൾ ഹല്ലേലൂയ ദൈവം ചെയ്ത നന്മകളെല്ലാം കാണാൻ കഴിയും. ഇവിടെ ഈ കവർണ്ണഭൂം എന്ന് പറയുന്നത്, കവർണ്ണഭൂം ഹല്ലേലൂയ എന്ന് പറയുന്നത് പട്ടണത്തിലാണ്. ആ പട്ടണത്തിലാണ് പത്രോസിന്റെ വീടും അമ്മായിയുടെ വീടും ഇരുന്നതായി പറയപ്പെടുന്നത്. കർത്താവ് എത്രയും അത്ഭുതങ്ങൾ കവർണ്ണഭൂമി ചെയ്താലും ആ ദേശത്തിലെ ജനങ്ങൾ കർത്താവിന്റെ സ്നേഹത്തെയോ കാരുണ്യത്തെയോ ആ ദൈവികത്വത്തെയോ അവരറിഞ്ഞതായി പോലും കാണിക്കാതെ കർത്താവിനോട് അവർ വെറുപ്പ് കാണിച്ചു. ലേറിയ കാരണം കവർണ്ണഭൂമിൽ ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശു ചെയ്തിട്ടും യേശുവിനെ വിശ്വസിക്കാതെ കവർണ്ണഭൂമിയിലെ ജനങ്ങൾ യേശുവിനെ എതിർത്തു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം ഇങ്ങനെ എഴുതി 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം, നീയോ കവർണ്ണഭൂമേ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നീയോ കവർണ്ണഭൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ കവർണ്ണഭൂമിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടും യേശുവിനെ വിശ്വസിക്കാതെ കടന്നുപോയ കവർണ്ണഭൂമിയിലെ ജനങ്ങൾ അവരെ നോക്കിയിട്ട് യേശു പറയുകയാണ്, നീ സ്വർഗത്തോളം ഉയർന്നിരുന്നാലും നീ പാതാളം വരെ താണുപോകുന്നു. ദൈവത്തിന്റെ ന്യായവിധിക്കരം കർത്താവ് പറയുന്നത്, നിന്നിൽ നടന്ന അത്ഭുത പ്രവർത്തികൾ സോദോമിൽ, ലോത്തിന്റെ കാലഘട്ടത്തിൽ സോദോം വരെ നശിപ്പിച്ചു. അന്ന് ഈ പ്രവർത്തികൾ കവർണ്ണഭൂമിയിൽ നടന്ന അന്ന് സോദോമിൽ ഞാൻ ചെയ്തിരുന്നെങ്കിൽ അവിടുത്തെ ജനം യേശുവിനെ അറിയുമായിരുന്നു എന്നാണ് ഈ വചനം പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ന്യായവിധി ദിവസത്തിൽ, ദൈവത്തിന്റെ ന്യായവിധി ദിവസം വരുന്നു. ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമിയുടെ നാട്ടിന് സഹിക്കാവതാകും ഹല്ലേലൂയ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സോദോമിൽ അനുഭവിച്ചേക്കാൾ വലിയ ന്യായവിധി നിനക്ക് വരാൻ പോകുന്നതാണ്. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കാതെ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇത്രമാത്രം നീ ഭൂമി കണ്ടിട്ടും കേട്ടിട്ടും നിന്റെ ഭവനത്തിൽ വന്ന് പറഞ്ഞിട്ടും ഇന്നും നീ വിശ്വസിക്കാതെ ലോകപ്രകാരം നീ ഓടുകയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ സ്വാമി കവർണ്ണഭൂമിയിൽ വളർന്ന് ഹല്ലേലൂയ ന്യായവിധി ദിവസത്തിൽ നീ കഠിനമായ കഷ്ടതകൾ കടന്നുപോകും. എന്ന് പറഞ്ഞാൽ നീ യേശുവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഈ അനർത്ഥങ്ങളെല്ലാം വരുന്നതെന്ന്. ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം. ഇതിന് പിന്നത്തേത് എന്ത് ചെയ്തു? കവർണ്ണഭൂമിയിൽ ഉള്ള ജനം ദൈവത്തോട് മറുതരിച്ചതുകൊണ്ട് പിന്നത്തേതിൽ എന്ത് ചെയ്തു? കടൽ വെള്ളം വന്നു. ഹല്ലേലൂയ. കടൽ വെള്ളം കവർണ്ണഭൂമിയിലേക്ക് അകത്തു വന്ന എല്ലാ വീടുകളെയും നശിപ്പിച്ചു. ഇന്ന് കവർണ്ണഭൂമിയിൽ പത്രോസിന്റെ അമ്മായിമ്മയുടെ വീട് ഇതാണ് എന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ആ വീടിന്റെ രൂപം ഭാവം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ദൈവത്തെ അനുസരിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു? കടൽ വെള്ളം കവർണ്ണഭൂമിയിലേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന സകല വീടുകളും നശിച്ചു പോയി. ഹല്ലേലൂയ.
ആമി സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമി സ്തോത്രം. അവർ സ്തോത്രം. ഇന്ന് നീ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നീ ചെവി പൊത്തിപ്പിടിക്കാതെ, യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നീ ചെവി പൊത്തിപ്പിടിക്കാതെ, യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നീ വാളും വടിയും കുറുവടിയുമായി വന്ന് ദൈവദാസന്മാരുടെ പെടലേക്ക് വിളിച്ച് തട്ടിച്ച് അവർ ഉടുപ്പ ചെടുവാരിയാൽ ചാണകവെള്ളം കോരി ഒഴിച്ച് അവരുടെ ദേഹത്ത് കാമി കരിവോയിൽ ഊരി ഒഴിച്ച് അവരുടെ വാഹനങ്ങൾ അടിച്ചു ചേർത്ത് അവരെ നാട്ടിൽ നിന്ന് ആട്ടി പായിക്കരുത് കേട്ടോ. കഴിഞ്ഞ കാലങ്ങളിൽ പൊന്നാനിയിൽ കണ്ടില്ലേ, ദൈവത്തിന്റെ വചനം സൂക്ഷിപ്പാനായി പരസ്യമായിട്ട് കടന്നു ചെന്ന കുന്നക്കുളത്ത് പോയി ദൈവദാസന്മാരെ ആട്ടി ഓടിക്കുന്നത് കണ്ടില്ലേ, അവരെ ആട്ടി ഓടിക്കുന്നത് കണ്ടില്ലേ. അതെ, നീ അന്ന് ആട്ടി ഓടിച്ചെങ്കിൽ കവർണഭൂമിയിൽ വന്നതുപോലെയുള്ള ദൈവത്തിന്റെ ന്യായവിധി ആ ദേശത്ത് ദൈവം അയക്കാൻ സമയമായി. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ വെല്ലുവിളിക്കുന്ന, നീ മസിൽ പിടിക്കുന്ന, നിന്റെ മസിൽ പവർ കാണിക്കുന്നത് യേശുവിനോടാ. ഈ ലോകത്തെ സൃഷ്ടിച്ചവരോടാണ് നിന്റെ മസിൽ പവർ കാണിക്കുന്നത്. യേശു വിളിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കിയ ദൈവത്തിന്റെ ദാസന്മാരോടാണ് നീ മസിൽ പവർ കാണിക്കുന്നത്, കാണിക്കുന്നത്. അത് നിന്റെ പട്ടണത്തിൽ ശാപമായി മാറും. വ്യക്തം ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ സുവിശേഷമാണ്. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ഈ സൃഷ്ടാവിനെ കുറിച്ചാ. ഞങ്ങൾക്ക് സൃഷ്ടിയെക്കുറിച്ചൊന്നും പറയാനില്ല, സൃഷ്ടികളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനില്ല, സൃഷ്ടികളെ ഞങ്ങൾ വർണ്ണിക്കാറില്ല. സൃഷ്ടാവിനെ കുറിച്ച് ഞങ്ങൾ പറയും. ഹല്ലേലൂയ. അതെ, നിന്റെ സൃഷ്ടാവ് നിനക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു. അവസാനം എന്ത് ചെയ്തു? കവർണഭൂമി എന്ത് ചെയ്തു? വെള്ളത്താൽ മൂടിപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ ചില ഗംഭീരമായി അവിടെയുണ്ട്. ശീമോൻ പത്രോസിന് ഒരു സഹോദരനുണ്ട്. അവന്റെ നാമധേയം ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അന്ത്രയോസ് എന്നാണ്. രണ്ടുപേരും കവർണഭൂമിയിൽ കടലിൽ മീൻ പിടിക്കുന്നവരായിരുന്നു. പത്രോസും സഹോദരനും കവർണഭൂമിയിൽ മീൻ പിടിക്കുന്നവരായിരുന്നു. അപ്പൊ യേശു പത്രോസിനെ അന്ത്രോസിനെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് കൊണ്ടപ്പോ കവർണഭൂമി വന്ന് പത്രോസിന്റെ അമ്മായിക്ക് സൗഖ്യം കൊടുത്തു. യേശു അടയാളം അടയാളം ചെയ്തു. ഇത്രമാത്രം കവർണഭൂമിയിലെ ജനം വിശ്വസിച്ചില്ല. അവർക്ക് ന്യായവിധി വന്നു. വ്യക്തം ചെയ്യും. ഇന്ന് മകളെ കേൾക്കുന്ന മാതാപിതാക്കളെ മടങ്ങുക. മടങ്ങുക. ദൈവം നിനക്കൊരു വിടുതൽ തരാൻ ആഗ്രഹിക്കുക. നാളുകളായി നിന്റെ ഭവനത്തിന്റെ കൂടോത്രമുണ്ട്, മന്ത്രവാൻ സൂത്രമുണ്ടെന്ന് പറഞ്ഞ് നീ അത് ഒഴിപ്പിക്കാൻ വേണ്ടി നടക്കുകയല്ലേ? എത്ര കാലമായി നീ ഒഴിപ്പിക്കാൻ? ഇന്ന് വരെ ആരെങ്കിലും നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ ഒഴിച്ചു തന്നോ? ഈ കുടുംബത്തിലെ കെട്ടുകളെ ഒഴിപ്പിച്ചോ? നീ ചെല്ലേണ്ടവന്റെ ഇരിക്കും ഇതുവരെ ചെന്നില്ല. നീ ചെല്ലേണ്ട ഇരിക്കൽ. നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ അധികാരമുള്ളവന്റെ അരിക്കൽ നീ ഇതുവരെ ചെന്നില്ല. അത് ഇന്ന് പകരം നിന്നെ ദൈവം വിളിക്കുക. ഞാൻ വാതിക്കൽ വന്നു മുട്ടുന്നു. യേശുവിലേക്ക് വരുന്നെങ്കിൽ എന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങളെ ദൈവം മാറ്റും. വ്യക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് ഹല്ലേലൂയ, യേശു ശബത്ത് നാളിൽ പ്രാർത്ഥനാ സ്ഥലത്തിൽ പ്രാർത്ഥനാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിൽ ജനം വിസ്മയിച്ചു. അവൻ അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ അശുദ്ധാത്മാവ് പിടിച്ചിരുന്ന മനുഷ്യനെ സുഖപ്പെടുത്തി. അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് സ്വതം ജനങ്ങൾ പറഞ്ഞു. അവന്റെ ശുശ്രൂഷയിൽ വേഗത്തിൽ ഗലീല നടങ്ങും പരന്നു. പള്ളിയിലെ ആരാധന തീർന്നവുടൻ ശീമോൻ പത്രോസിന്റെ വീട്ടിൽ ചെന്ന അമ്മായിമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അവിടെ സൗഖ്യം കൊടുത്തു. യേശുവിന്റെ ശുശ്രൂഷയിൽ അത്ഭുത സൗഖ്യം. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നും അത്ഭുതം യേശു ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. വലിയ വിടുതൽ അപ്പൊ പത്രോസിന്റെ അമ്മായിയമ്മ കിടപ്പിലായിരുന്നു എന്ന് യേശുവിനെ പൊതുവായി യഹൂദ അറബികൾ തങ്ങളുടെ ഞെരുങ്ങിയ സ്വന്തക്കാരിൽ നിന്നും അല്ലാതെ വേറെ സ്ത്രീകളുടെ അടുക്കൽ പോവുകയില്ല. യഹൂദ അറബിമാര് അവരുടെ സ്വന്തക്കാരിലേക്ക് അല്ലാതെ മറ്റ് സ്ത്രീകളുടെ അരികിലേക്ക് അന്ന് പോകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അത് അശുദ്ധമാണെന്ന് നമ്മൾ കരുതിയത്. എന്നാൽ മത്സരവും സ്നേഹവും കരുണയുമുള്ള നമ്മുടെ യേശു പത്രോസിന്റെ അമ്മായിയുടെ ഭവനത്തിലേക്ക് വരിക. യഹൂദ അറബിമാർ അവരുടെ അടുത്ത ബന്ധക്കാർ വീട്ടിലേക്ക് പോകുള്ളൂ. അല്ലാത്തവരുടെ വീട്ടിൽ പോകുന്ന അശുദ്ധം. എന്നാൽ യേശു എന്താ ചെയ്ത്? എല്ലാവരുടെ അരികിൽ വരും. യേശു ക്രിസ്തുവിന് ആരും അശുദ്ധമില്ല. കാരണം അവൻ സൃഷ്ടിച്ചതായി ജനം മുഴുവൻ. നമ്മളെല്ലാവരും മക്കളാണ്. അവൻ നമ്മളെ അശുദ്ധമായി കാണുന്നില്ല. അവൻ നമ്മെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവന്റെ അവസാനത്തുള്ളിൽ രക്തം വരുത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവൻ നമ്മുടെ കർത്താവ് മനസ്സിലും സ്നേഹവും കരുണയുള്ളവൻ. പത്രോസിന്റെ അമ്മായിമ്മ പനി വിട്ടു മാറുന്നതിന് വേണ്ടി അടുക്കൽ പോയി അവളെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. ഉടനെ തന്നെ പനി വിട്ടു മാറി. സുഖം ലഭിച്ച പത്രോസിന്റെ അമ്മായിമ്മ അവർക്ക് ശുശ്രൂഷ ചെയ്തു. യേശു ശിഷ്യന്മാര് തുടർന്ന് സുവിശേഷ വേല ശിവൻ പത്രോസിന്റെ അമ്മായിയമ്മയെ ചേർത്ത് പിടിച്ചു. രക്തം ചെയ്യും. ഹല്ലേലൂയ.
ആമി സ്തോത്രം. അവൾക്ക് വളരെ ബലം നൽകി. അവളുടെ വീടിന്റെ ചുറ്റുമുള്ളവർ അല്ലുരിയ, അതായത് രോഗികളും അശുദ്ധാത്മാക്കളും പിടിച്ചവരും എല്ലാവരും യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലേരിയ. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് സൗഖ്യം കിട്ടുമ്പോൾ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും വന്ന് കാണും സൗഖ്യത്തിന് വേണ്ടി. യേശു എല്ലാവർക്കും സൗഖ്യം കൊടുത്ത് കാണാം. അല്ലേരിയ. അതെ, അതുകൊണ്ടാണ് മത്തായി 8:17 പറയുന്നത് ഇങ്ങനെ പറയുന്നു. അല്ലേരിയ. 8:17 പറയുന്നത് എന്താണ്? അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന് എന്ന് പ്രവാചകൻ പറഞ്ഞ നിവർത്തിയാകുവാൻ തന്നെ. അതെ, പ്രവാചകൻ യേശു ജനനത്തിന് മുമ്പ് വിളിച്ചു പറഞ്ഞ ഈ പ്രവചന സന്ദേശങ്ങൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ കവർണ ഭൂമിയിൽ നടന്നു. എന്നിട്ടും ജനം യേശുവിനെ വിശ്വസിച്ചില്ല. അല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നീ ഏത് ബലഹീനതയാണ് കടന്നു പോകുന്നത്? യേശു നിനക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, നീ ഏത് പ്രതികൂലത്തിന് നിലവിലായിരുന്നാലും യേശുവിന്റെ ഭവനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക. എന്റെ ഭവനം യേശുവിൽ തുറക്കുന്നെങ്കിൽ, നിന്റെ ഹൃദയം യേശുവിൽ തുറക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവദാസൻ നിന്റെ സഭ യേശുവിൽ തുറക്കുന്നെങ്കിൽ, സഭയ്ക്കകത്തെ എല്ലാം അശുദ്ധമായി നീക്കിക്കളഞ്ഞിട്ട് സഭ നീ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിന്റെ ജീവിതത്തിൽ സഭയുടെ കുടുംബത്തിന് കടന്നൊരു അത്ഭുത സൗഖ്യം തരും. ആരെങ്കിലും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇവിടെയില്ലാത്ത കിടക്കുന്നെങ്കിൽ, മദ്രാസിലായിരിക്കുന്നെങ്കിൽ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥി. പത്രോസിന്റെ അമ്മായിയുടെ വീട്ടിൽ യേശു വന്ന് അവളുടെ കൈക്ക് പിടിച്ച് അവളുടെ പനി വീട്ടുമാറുകൾ എഴുതിട്ട് യേശുവിനെയും ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചതുപോലെ ഇന്ന് രോഗത്താൻ ഭാരപ്പെട്ട്, ഇത് ബന്ധനങ്ങളാൽ ഭാരപ്പെട്ട് മദ്രാസിലായിരിക്കുന്ന, രോഗത്തിലായിരിക്കുന്ന, വ്യാധിയിലായിരിക്കുന്ന, സർജറി കഴിഞ്ഞ് കാലുകളായി കിടക്കയിലായിരിക്കുന്ന, സമയം ജീവിതത്തിൽ നിരാശ മരണം മാത്രം മതി വിശു കിടക്കുന്ന അനവധി കുടുംബങ്ങളിലേക്ക് ഇന്ന് പകൽ യേശു കടന്നൊരു ആഗ്രഹിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കുവാൻ, ഭവനം തുറന്നു കൊടുക്കുവാൻ, സഭയിലേക്ക് യേശുവിന്റെ പ്രവേശനം തുറന്നു കൊടുക്കുവാൻ, ജനത്തിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതായി പ്രാർത്ഥന. പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, വേദനകൾ എല്ലാം മാറട്ടെ. രോഗികളുടെ മേൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിന്റെ മഹത്വം ഓരോ കുടുംബത്തിലും വെളിപ്പെടട്ടെ. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, വൃദ്ധരാശ്രമ യാചകർ, തടവത്തെയായിരിക്കും കുടുംബങ്ങൾ, മദ്യത്തിൽ, മയക്കു ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദ ഭീകരവും വർഗീയതയ്ക്കും അകപ്പെട്ട് കിടക്കുന്നവർ, മതത്തിന്റെ ഭീകരവും മതഭേദന്മാർ, മതത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിക്ക് അല്ലെങ്കിൽ രക്തചൂച്ച് നടത്തുന്നവരെ ഒക്കെ ദൈവം സന്ദർശിക്കണമേ. ആ വിചാരം മാത്രമോ കുടുംബ ക്ഷുദ്രശക്തികളാൽ വലിയുന്ന കുടുംബങ്ങൾ, ശാപത്തിന് കീഴിൽ കിടക്കുന്ന കുടുംബങ്ങൾ, രാജ്യങ്ങളെ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ലോകലില്ല ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ മേഖലയിലേക്ക് ജനത്തിനായി അധികാരികൾ, പടക്കം സൈന്യത്തിനായി ക്രമസമാധാനം നിൽക്കുന്നവരെ, രഹസ്യങ്ങളെ, പോലീസ് വിഭാഗങ്ങൾക്കായി, സാമ്പത്തിക മേഖലയും സകല ജനത്തിൽ മേഖല, സൈന്റിസ്റ്റുകൾക്കായി, എല്ലാ ഭരണപക്ഷ പാർട്ടികളെയും, എല്ലാ മത സാമൂഹിക മാധ്യമ വീഡിയോ നിൽക്കുന്നവരെ, എല്ലാ ഭരണപക്ഷ പാർട്ടികളെയും, പ്രവാസികൾ, തീരദേശവാസികൾ, ആഴക്കടലിൽ കടന്നു പോയിരിക്കുന്നവർ, കരികൾ കമ്പിൾ ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ചെറുപാടും വ്യാപാരി, വഴിയോട് കച്ചവടക്കാരെ, കാർഷിക മേഖലയിലായിരിക്കുന്ന സകല ജനത്തെയും, കൺഷൻ വെക്കാൻ മോട്ടോർ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സെയിൽസ് ചെയ്യുന്നവർക്കായി, പാടത്തും പറമ്പിൽ കൂറയിൽ കല്ലുകളും മണ്ണോടും തട്ടിയിട്ടും മരടിക്കുന്നവർ, അവയ്ക്ക് വിവിധ കർഷകർ കടന്നു പോകുന്ന സകല ജനത്തെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാരകമായ രോഗത്താൽ ഭാരപ്പെട്ട് മരണാധികരിക്കുന്ന ക്യാൻസർ രോഗപ്പെട്ട സർജറി ഇടയിൽപ്പെട്ട് കിടക്കുന്നവർ, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ ഭാരപ്പെടുന്നവർ, ഏറ്റവും ഭാരപ്പെട്ട ജീവിതം തകർന്നിരിക്കുന്ന അനവധി കുടുംബങ്ങളിൽ ഇന്ന് കർത്താവിന്റെ മഹത്വം വെളിപ്പെടണമേ. കുടുംബത്തെ അടക്കി വാഴുന്ന സാത്താന്റെ കർത്തങ്ങൾ, രോഗത്തിന്റെ അശുദ്ധിയുടെ ആത്മാവ് നീങ്ങി കുടുംബങ്ങൾ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ വിദേശ രാജ്യങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട കർഷകർ കടന്നു പോകുന്നവർ, കടന്നു പോകുന്നവർ, വേദന കടന്നു പോകുന്നവർക്ക് എല്ലാം വിടുതൽ കൊടുക്കണമേ. രാജ്യത്ത് സമാധാനം ഉണ്ടാകട്ടെ. അക്രമങ്ങൾ മാറിപ്പോൾ രക്തചരിച്ച് മാറ്റി തീവ്രവാദ ഭീകരവാദ വർഗീയത മാറിയാണ് കേരളത്തിൽ ലോകത്തിന് സമാധാനം തറയുവാൻ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു സമാധാനം ആവശ്യം. കർത്താവ് സമാധാനം സൗഖ്യങ്ങളുടെ ദേശത്ത് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വിദേശിച്ച് കർത്താവ് നാമത്തിൽ ദൈവത്തിന്റെ ദാസദാസന്മാരുടെ കുടുംബങ്ങൾ തലമുറകൾക്കായി പ്രാർത്ഥന അനുഗ്രഹിക്കണമേ. സകല ദൂരങ്ങളുടെ നീതി വെളിപ്പെടുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.